കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടനെന്ന സൂചന. എല്ലാ മന്ത്രിമാരെയും ഒത്തുചേർത്ത് നിർണായക മന്ത്രിസഭാ യോഗം മെയ് 21 ചേരും. മന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്തും. മൂന്നാം മോദി സർക്കാരിന്റെ 1ാം വാർഷികത്തിന് മുൻപ് ക്യാബിനറ്റ് പുനഃസംഘടനയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, 21ാം തീയതിയാണ് കേന്ദ്രമന്ത്രിസഭയുടെ യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ഒപ്പം പുനഃസംഘടനയും മന്ത്രിസഭാ പുനഃസംഘടനയുമായുള്ള ചർച്ചകളും ഈ തരത്തിലാണ്. സുരേഷ്, മോദി 3.0 എന്ന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമെന്ന് തന്നെയാണ് പൊതുവെ ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് നിലവിൽ മെയ് 21 തീയതിയാണ് കേന്ദ്രമന്ത്രിമാരും അതോടൊപ്പം തന്നെ സഹമന്ത്രിമാരും ഉറപ്പായിട്ട് തന്നെ ഈ ഒരു ക്യാബിനറ്റ് മന്ത്രിസഭ യോഗത്തിൽ പങ്കെടുക്കണമെന്നൊരു കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എന്തൊക്കെ രീതി, അതായത് ജനക്ഷേമ പദ്ധതികളും അതോടൊപ്പം തന്നെ സർക്കാർ പദ്ധതികളുടെയും വിലയിരുത്തലും ഈ ഒരു മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഒട്ടനവധി പരാതികൾ ഉയരുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് പുനഃസംഘടനയ്ക്ക് ഇപ്പോൾ മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി തന്നെ എല്ലാം, അതായത് കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ഈ വരുന്ന 21 തീയതി എത്തണമെന്നും അതേസമയം ക്ഷേമ പദ്ധതികളുടെ വിലയിരുത്തലും ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. എന്തായാലും ഈ മാസം 21 തീയതി നടക്കുന്ന ആ ഒരു പുനഃസംഘടനയിൽ ആരൊക്കെയാണ്, ഏതൊക്കെ സഹമന്ത്രിയാണ് അടക്കമുള്ളവർ, പുതിയ ഏതൊക്കെ സഹമന്ത്രിമാർ ഇതിൽ വരും എന്നടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ രാഷ്ട്രീയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം പറയേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ പശ്ചിമ ബംഗാൾ, ആസാം, പുതുച്ചേരി നടന്ന BJPയുടെ വിജയവും ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടെ സർക്കാർ പ്രാതിനിധ്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഇപ്പോൾ കേന്ദ്രീകരിച്ച് വരികയാണ്. സുരേഷ്, ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചലാണ് വിശദാംശങ്ങൾ.